പല അവസരത്തിൽ മോഹൻലാൽ സിനിമകൾക്ക് വേണ്ട രീതിയിലുള്ള ശ്രദ്ധ കിട്ടാത്തപ്പോൾ ആരാധകർ നിരൂപണങ്ങളിൽ പറയാറുണ്ട് മോഹൻലാൽ എന്നൊരു വലിയ താരത്തെ കിട്ടിയിട്ട് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല എന്നത്. ഈ ഒരു കാര്യം ആരാധകരും സിനിമാ പ്രേമികളും പ്രേക്ഷകരും ഒക്കെ പറയുമ്പോഴും സത്യം പറഞ്ഞാൽ പിന്നീടാണ് ഇതിന്റെ മേക്കേഴ്സുകൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പലരും എത്തുന്നതും. മോഹൻലാലിനെ നായകനാക്കി പത്മകുമാർ സംവിധാനം ചെയ്ത 2015 പുറത്തിറങ്ങിയ ചിത്രമാണ് കനൽ. സമ്മിശ്ര പ്രതികരണം ലഭിച്ച സിനിമ ബോക്സ് ഓഫീസിൽ വിജയിച്ചിരുന്നില്ല. ചിത്രം പരാജയപ്പെടാൻ കാരണം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താത്ത ക്ലൈമാക്സ് ആണെന്ന് സിനിമയുടെ നിർമ്മാതാവ് കൂടിയായ ഷീലു എബ്രഹാം ഇപ്പോൾ പറയുകയാണ്. അക്കാലത്തെ ബിഗ് ബജറ്റ് ചിത്രമായിരുന്നു കനൽ എന്നും സിനിമയിൽ മോഹൻലാൽ എന്ന നടനെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ലെന്നും ഷീലു പറയുന്നുണ്ട്. ഷീ ടാക്സി എന്ന ചിത്രം സാമ്പത്തികമായി പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് കനൽ സിനിമ ചെയ്യാൻ അവസരം വരുന്നത്. മോഹൻലാലാണ് അതിൽ നായകൻ. അപ്പോൾ വേറെ ഒന്നും ചിന്തിച്ചില്ല. സിനിമയുടെ മുടക്കം മുതൽ തിരിച്ചു കിട്ടും, തിയേറ്ററിൽ ചിത്രം നന്നായി ഓടും എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം ബജറ്റ് കൂടിയ പടമാണ്. 5.5 കോടിയോളം സിനിമയ്ക്ക് അന്ന് ആയിട്ടുണ്ട്. ആ സിനിമ ചെയ്താൽ അത്യാവശ്യം പൈസ തിരിച്ചു വരും എന്ന ചിന്ത ഉണ്ടായിരുന്നു. നല്ല ഓഫർ ആയിരുന്നു മോഹൻലാൽ എന്ന നടനെ വെച്ചൊരു സിനിമ ചെയ്യുന്നത്. സാറ്റലൈറ്റ് റേറ്റ് ഉണ്ട്, അബാം മൂവി എന്നൊരു ബാനർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നല്ല സിനിമകൾ നിർമ്മിക്കണം. പൈസ പോകുന്നതിനനുസരിച്ച് നമ്മൾ ആ ബാനറിന്റെ പേര് കൂടെ നിലനിർത്തണമല്ലോ. ഷീ ടാക്സി ചെയ്തതോടുകൂടി ആളുകൾ നമ്മുടെ ബാനറിനെ അറിഞ്ഞു തുടങ്ങിയിരുന്നു. കനൽ എന്ന സിനിമ ഞങ്ങൾക്ക് ലോസ് അല്ലായിരുന്നു, ബ്രേക്ക് ഈവൻ ആയിരുന്നു. തിയേറ്ററിൽ സിനിമ വലിയ ഓളമൊന്നും സൃഷ്ടിച്ചില്ല. മോഹൻലാൽ ആയതുകൊണ്ടുള്ള മെച്ചം ഉണ്ടായിരുന്നു. ആ സിനിമയുടെ കഥയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ജനങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയാത്ത ക്ലൈമാക്സ്. അതുപോലെ മോഹൻലാൽ എന്ന നടനെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും ആ സിനിമയ്ക്ക് ഉണ്ടായതായി പ്രേക്ഷകർ പറഞ്ഞിരുന്നു. ഷീലു എബ്രഹാമിന്റെ വാക്കുകളാണ് ഇപ്പോൾ ഇങ്ങനെ എത്തിയിരിക്കുന്നത്. അടുത്തിടെയായിരുന്നു ഷീലു എബ്രഹാമിന്റെ നിർമ്മാണത്തിൽ ഒരു സിനിമ കൂടി തിയേറ്ററിൽ എത്തിയത്. രവീന്ദ്ര നീ എവിടെ എന്ന ചിത്രമായിരുന്നു അത്. അതിനിടയിൽ ഒരു വിവാദം ഉണ്ടാകുകയും ചെയ്തിരുന്നു. നിർമ്മാതാവും അഭിനേത്രിയുമായ ഷീലു എബ്രഹാമിനെതിരെ സംവിധായകൻ ഒമർ ലുലു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രതികരണമാണ് ആ വിവാദങ്ങൾക്ക് കാരണമായത്. അതിനു മുമ്പേ തന്നെ ഷീലു എബ്രഹാം ചില കാര്യങ്ങൾ അഭിമുഖങ്ങളിൽ പറഞ്ഞതും ഒമർ ലുലുവിനെ ചൊടിപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗമായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉണ്ടായ പ്രതികരണം. ഒമർ ലുലു സംവിധാനം ചെയ്ത ബാഡ് ബോയ്സ് എന്ന ചിത്രം ഇറങ്ങിയതോടെ വീട് വിൽക്കേണ്ടി വന്നു എന്ന് ഷീലു എബ്രഹാം പറഞ്ഞിരുന്നു. ഇത് തമാശയെ പറഞ്ഞതാണെന്ന് പൊതുവെ കരുതപ്പെട്ടതെങ്കിലും പോസ്റ്റിലൂടെ ഒമർ ലുലു പ്രതികരിക്കുകയായിരുന്നു. ബഹുമാന്യരായ നാട്ടുകാരെ, ഒരു ദശാബ്ദകാലമായി മലയാള സിനിമയിൽ ഇൻഡസ്ട്രി ഹിറ്റ് മാത്രം സമ്മാനിക്കുന്ന അനൂപ് മേനോൻ ചേട്ടനും തന്റെ ഉള്ളിലെ കഴിവ് അഭിനയത്തിൽ മാത്രം ഒതുക്കി നിർത്താത്ത മലയാള സിനിമയ്ക്ക് എണ്ണം പറഞ്ഞ 4 സ്ക്രിപ്റ്റുകൾ എഴുതി സമ്മാനിച്ച ധ്യാൻ സാറും കൂടി മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റ് നൽകിക്കൊണ്ട് നായികയും നിർമ്മാതാവുമായ ഷീലു മാഡത്തിന് ബാഡ് ബോയ്സിലൂടെ നഷ്ടപ്പെട്ടുപോയ അരമന വീടും 500 ഏക്കറും തിരികെ വാങ്ങിക്കൊടുത്തതിന് 1000 അഭിനന്ദനങ്ങൾ എന്നായിരുന്നു ഒമർ ലുലു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കുറിച്ചിരുന്നത്. ഈ പോസ്റ്റ് പിന്നീട് ഒമർ ലുലു പിൻവലിച്ചിരുന്നു. ഇപ്പോൾ ഒമർ ലുലുവിന്റെ പോസ്റ്റിനോട് പ്രതികരിക്കുകയാണ് ഷീലു എബ്രഹാമും. രവീന്ദ്ര നീ എവിടെ എന്ന ഞങ്ങളുടെ പുതിയ ചിത്രത്തിന്റെ റിലീസിനോട് അനുബന്ധിച്ച് നൽകിയ ഒരു പ്രൊമോഷൻ ഇന്റർവ്യൂ ആയി ബന്ധപ്പെട്ടാണ് ഇങ്ങനെയൊരു പരാമർശം ഉണ്ടാകുന്നത്. ഒമർ ലുലു ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിനെ കുറിച്ച് ഞാൻ അറിഞ്ഞിരുന്നു. ഒമർ പിന്നീട് ആ പോസ്റ്റ് നീക്കം ചെയ്യുകയും ചെയ്തു. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതിന്റെ സ്ക്രീൻഷോട്ടുകളെല്ലാം പങ്കുവെക്കപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഒമർ ലുലു സംവിധാനം ചെയ്ത ബാഡ് ബോയ്സ് എന്ന ചിത്രം ഇറങ്ങിയത്. നല്ല ക്വാളിറ്റിയിൽ എടുത്ത ചിത്രമാണ്. ധാരാളം പണവും ചെലവാക്കി. പക്ഷേ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായി. ഇക്കാര്യം ഞാൻ അന്നത്തെ ഇന്റർവ്യൂവിൽ പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രൊഡ്യൂസർ സൈഡിൽ നിൽക്കേണ്ട കാര്യമില്ല. പ്രൊഡ്യൂസർ എപ്പോഴും ഒറ്റയ്ക്കാണ്. സിനിമ ഇറങ്ങുന്ന സമയം വരെ സംവിധായകരും അഭിനേതാക്കളും നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. സിനിമ വിജയമായാൽ അതിന്റെ ഗുണഫലങ്ങൾ ഒക്കെ എടുത്തുകൊണ്ട് അവർ പോകും. പരാജയമാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന ഭാവത്തിലായിരിക്കും. അതാണ് സിനിമാ മേഖല. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒമർ ലുലുവിന്റെ പരാമർശങ്ങൾ. ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ നൽകി നിർമ്മിച്ച ചിത്രമാണ് ബാഡ് ബോയ്സ്. ഡയറക്ടറോടും നടീനടന്മാരോടും ഒരു കാര്യത്തിനും നോ പറഞ്ഞിട്ടില്ല. ആ സിനിമ പരാജയപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുക എന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞാൽ നമ്മളെ വിട്ടുകളയും എന്നതിലുള്ള ഉദാഹരണമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഷീലു എബ്രഹാമിന്റെ വാക്കുകളായിരുന്നു ഈ അവസരത്തിൽ എത്തിയതും. കാരണം ഇപ്പോൾ വലിയ പ്രശ്നമാണ് സിനിമാ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാന്ദ്ര തോമസ് വിഷയമൊക്കെ നിൽക്കുമ്പോഴാണ് ഷീലുവിന്റെ ഈ വാക്കുകളും ഇപ്പോൾ ശ്രദ്ധ നേടുന്നതും.